Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് മെസ്സേജിലൂടെ ഒരാള് ഫേക്ക് ആയിട്ടാണ് നമ്മളോട് ലവ് പ്രകടിപ്പിക്കുന്നത്, അതല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ്. തീർച്ചയായും ഇത് അവർ അയക്കുന്ന മെസ്സേജസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഒരു റെഡ് ഫ്ലാഗ്, അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെയാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നത് വളരെ വൈകിയായിരിക്കും. അതായത് നിങ്ങൾ അയച്ച ടെക്സ്റ്റ് മെസ്സേജ് അൺസീൻ ആയി കിടക്കും എന്നുള്ളതാ. ഈവൻ അവർ ഓൺലൈനിൽ ഉണ്ടായിട്ട് കൂടി അത് അൺസീൻ ആയി കിടക്കുന്നുണ്ട്. ഒരു ലോങ് അവേഴ്സ്, ഒരുപാട് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരുപാട് സമയം അത് അവർ സീൻ ചെയ്യുന്നില്ല. ഈവൻ അവർ ഓൺലൈൻ ഉണ്ടായിട്ട് കൂടി എന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. കാരണം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യമാണ്. ഇത് മാത്രം കൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ കൂടി കേൾക്കണം. രണ്ടാമത്തെ കാര്യം, ദേ ഇഗ്നോർ മോസ്റ്റ് ഓഫ് ദ ടൈംസ്. നിങ്ങളെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയായിരിക്കും. എങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജിലൂടെ നമ്മളോട് ഇൻട്രസ്റ്റ് ഇല്ലായ്മ കാണിക്കുന്നതാണ് മനസ്സിലാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അയച്ച മെസ്സേജിന് റീപ്ലൈ നൽകാതിരിക്കുക, അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ട് റീപ്ലൈ നൽകുക, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആയിട്ട്, ഈവൻ ഓൺലൈൻ ഉണ്ടായിട്ട് കൂടി ലേറ്റ് ആയിട്ട് റീപ്ലൈ നൽകുക. ഇത്തരത്തിൽ വളരെയധികം ഇഗ്നോറിംഗ് ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു റെഡ് ഫ്ലാഗ്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാനുള്ള ഒരു പെർഫെക്റ്റ് സൈൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി, അവരുടെ ഭാഗത്തുനിന്നും ഒരിക്കലും ഒരു ഇനീഷ്യേഷൻ ഉണ്ടായിരിക്കില്ല. അവർ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജോ ഒന്നും തന്നെ അയക്കില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മാത്രം ആവശ്യമാണെങ്കിലാണ് നിങ്ങളുടെ സൈഡിൽ നിന്നും എപ്പോഴും അവർക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള അപ്ഡേഷൻ അറിയുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആവശ്യമാവുമ്പോഴാണ് ആ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ആ ഒരു ആക്ഷൻ മാത്രം നടക്കുന്നത്. ഇത്തരത്തിൽ ഇവർ ഇനീഷ്യേറ്റീവ് എടുത്ത് മെസ്സേജ് അയക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് അങ്ങനെ മെസ്സേജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അതും നിങ്ങളോട് താല്പര്യമില്ലാത്തതിന്റെ ഒരു സൈനാണ് എന്നുള്ളത്. നെക്സ്റ്റ്, മെസ്സേജ് അയക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു ക്ലാരിറ്റി ഇല്ലാതെ എപ്പോഴും ഒരു വൺ വേർഡ് ആൻസർ ആയിട്ടാണ് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് റീപ്ലൈ നൽകുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു കാര്യം. നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതൊക്കെ എന്തിനാണ്? എപ്പോഴും അതിനെക്കുറിച്ച് അറിയാനും, അല്ലെങ്കിൽ പരസ്പരം ആ ഒരു കാര്യം അവർ കൂടി അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് കൂടി അറിയണം എന്നുള്ള ഒരു കാര്യം വെച്ചിട്ടായിരിക്കും. സോ ഇത്തരത്തിൽ ഒരു വ്യക്തതയും ഇല്ലാതെ, അതായത് ക്ലാരിറ്റി നൽകാത്ത രീതിയിലാണ് അവർ ആൻസർ പറയുന്നത് എന്നുണ്ടെങ്കിൽ, എന്നാൽ റീപ്ലൈ തരുന്നുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കുകയും വേണം. സോ ഇത്തരത്തിൽ വളരെ ഷോർട്ടായിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. മെസ്സേജസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് താല്പര്യമില്ല എന്നുള്ളതിന്റെ. ഇനി സംസാരിക്കാൻ ഒട്ടും താല്പര്യമില്ല, പറയാതെ തന്നെ മനസ്സിലാക്കട്ടെ എന്ന ആറ്റിറ്റ്യൂഡിൽ എപ്പോഴും ആളുകൾ കാണിക്കുന്ന ഒരു സ്ഥിരം പരിപാടിയാണ് ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം. നിങ്ങൾ അയച്ച മെസ്സേജിന് ഒരുപാട് നേരം കഴിഞ്ഞ് റീപ്ലൈ നൽകുന്നു. അതാണെങ്കിൽ വളരെ ഷോർട്ടായിട്ട് വൺ വേർഡ്, അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ അവർ അൺഅവൈലബിൾ ആകുന്നു. അതായത് ആ ഒരു ഇപ്പോൾ വാട്സപ്പിലാണെങ്കിൽ അതിൽ നിന്നും എക്സിറ്റ് ആയി പോകുന്നു. ഇനി മെസ്സേജസ് ആണെങ്കിൽ അതെല്ലാം, അതായത് ആ ഒരു നെക്സ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് റീപ്ലൈ നൽകുന്നു, നെക്സ്റ്റ് മൊമെന്റിൽ അവർ അൺഅവൈലബിൾ ആണ്. നിങ്ങൾ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് അവർ അവൈലബിൾ ആയിരിക്കില്ല. സോ ഇത്തരത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ മറുപടി നൽകുകയും എപ്പോ വേണമെങ്കിലും, അതായത് നിന്ന നിൽപ്പിൽ തന്നെ ആളങ്ങ് എവിടെയോ പോയി എന്നറിയാത്ത രീതിയിലുള്ള ഒരു പ്രവണതയായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നും കൂടുതലായി കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതാണ് മെസ്സേജസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അവർ തീരെ താല്പര്യമില്ലാതെയാണ് ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ. നെക്സ്റ്റ് വൺ, ഇവർക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ലൂപ്പ് ഹോൾ ആയിക്കൊണ്ട്, അതായത് എന്തെങ്കിലും ഒരു അവസാനം വീണ് കിട്ടാൻ കാത്തിരിക്കുകയാണ്. ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കാനോ ഒക്കെ ഉള്ള ഒരു അവസരം നോക്കി നടക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിയാക്ട് ചെയ്യുന്നത് പലപ്പോഴും സൈലന്റ് ട്രീറ്റ്മെന്റിലൂടെ ആയിരിക്കും. അതായത് മിണ്ടത്തേ ഇല്ല, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലും സംസാരിക്കില്ല, കൃത്യമായ ഒരു മറുപടി നൽകില്ല, എന്തിനാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പോലും ചിലപ്പോൾ ഓപ്പണായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. സോ കൂടെ അല്ലെങ്കിൽ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ് അവർ എപ്പോഴും
നിങ്ങളോട് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള സൈൻ ആണ്. ഫൈനലി ഇവർ നിങ്ങളോട് ഇനീഷ്യേറ്റീവ് എടുത്ത് മിണ്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം ബോറടിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം നേടാനോ മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും മനസ്സിലാക്കാൻ സാധിക്കും. ടെക്സ്റ്റ് മെസ്സേജസിലൂടെ തന്നെ ആ വ്യക്തി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ ഫേക്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിട്ടല്ല, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ 100% ആയിട്ടുള്ള ഒരു ജെന്യൂനിറ്റി കാണിക്കുന്നില്ല എന്നുള്ളത് ഈവൻ ടെക്സ്റ്റ് മെസ്സേജിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബോറടിച്ചിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു താല്പര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവർ മുൻകൈ എടുത്ത് നിങ്ങളോട് സംസാരിക്കാൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജസിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. ടെക്സ്റ്റ് മെസ്സേജ് അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയും പലപ്പോഴും ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എനിവേസ് ഇത്രയും സൈൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ടെങ്കിൽ ഇവൻ അത് ടെക്സ്റ്റ് മെസ്സേജസിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ വ്യക്തി അത്രത്തോളം ഇൻട്രസ്റ്റഡ് അല്ല നിങ്ങളിൽ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ എന്നുള്ളത്. സോ തീർച്ചയായും ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന റെഡ് ഫ്ലാഗുകൾ കൂടിയാണ് ഇത്. തീർച്ചയായും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇൻ കേസ് നമ്മൾ പലപ്പോഴും റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ അത്രത്തോളം ഇൻവോൾവ്ഡ് ആവുന്ന സമയത്ത് നമ്മൾ അവഗണിക്കുന്ന അല്ലെങ്കിൽ അത്ര പ്രാധാന്യമില്ലാത്തതാണ് അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി വിടാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ചില റെഡ് ഫ്ലാഗുകൾ കൂടി ഇതിനകത്തുണ്ട്. അത് നമ്മൾ പലപ്പോഴും കൺസിഡർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് വിഷമത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇങ്ങനെയുള്ള റെഡ് ഫ്ലാഗുകൾ ഒഴിവാക്കിയാൽ അതിനുള്ള ഒരു റീസൺ ആയിട്ട് വരാം, അതായത് ഭാവിയിൽ വിഷമിക്കാനുള്ള ഒരു റീസൺ ആയിട്ട് വരാം. അതുകൊണ്ട് തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ട റെഡ് ഫ്ലാഗുകളാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്രത്തോളം ഇൻട്രസ്റ്റഡ് അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൈൻസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്